ഇനി മണവാട്ടി പെണ്ണിന് മഞ്ചേത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ട്ടോ. ലൈബ വെഡിങ് സെന്റർ, വെഡിങ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിലെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമവും ഇഫ്താർ മീറ്റും മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പരിപാടി AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ജയമാണ് മുഖ്യമായിട്ടുള്ള കാര്യം. ജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങളാണ്. കോൺഗ്രസുകാരൻ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് നിൽക്കണം. നിങ്ങളൊക്കെ വാർഡുകളിലെ സാധാരണക്കാരൻ ഈ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന നേതാക്കന്മാർ, നമുക്ക് ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഇവിടെ ഇരിക്കുന്നവരുണ്ട്. നേതാക്കന്മാര് ഒന്ന് താഴെത്തട്ടിൽ വീടുകളിലേക്ക് കയറി ഇറങ്ങണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ പാർട്ടി ഓഫീസ് മാത്രം കിട്ടിയിരിക്കുന്ന പാർട്ടിയാണ്. വീടുകളിലെ സങ്കടങ്ങൾ, സാധാരണക്കാരുടെ പ്രയാസങ്ങൾ, അവരുടെ വേദനകൾ, എത്ര കിടപ്പ് രോഗികളുണ്ട്, എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇതായിരുന്നു കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തന ശൈലി. ആ ശൈലി തിരിച്ചും വീണ്ടെടുത്തുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ടി സമരം ചെയ്യണം, അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം. ഈ ജോലി വാർഡ് പ്രസിഡന്റുമാർ ഏറ്റെടുക്കുമ്പോൾ വാർഡിനകത്തുള്ള അഖിലേന്ത്യാ നേതാവായാൽ പോലും ഞാനടക്കമുള്ള ആൾക്ക് ബാധകമായിട്ടാണ് പറയുന്നത്. ആ വാർഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. പിന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. എന്റെയാണ് സ്ഥാനാർത്ഥിയാകും, എന്റെയാണ് സ്ഥാനാർത്ഥിയാകും, അവന്റെ ആളാകാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. ആരാണോ ജയിക്കുന്നത് ആ വാർഡിൽ നിങ്ങൾ ആർക്കാണ് ജയസാധ്യത, ആ വാർഡ് കമ്മിറ്റിക്കാർക്കാണ് അതിന്റെ അധികാരം കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുമ്പോ വാർഡ് കമ്മിറ്റിക്കാരോട് ഞാൻ പറയാം, നിങ്ങളുടെ അധികാരം ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അധികാരമാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള ആളെ വെക്കാനുള്ള അധികാരമല്ല. അങ്ങനെ ഇഷ്ടമുള്ള ആളെ വെച്ച് നോക്കുന്ന സ്ഥാനാർത്ഥിയെ വെച്ചാൽ മുകളിലത്തെ കമ്മിറ്റി ഇടപെട്ടത് മാറ്റുക തന്നെ ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഈ ഒരു വാശിയോടുകൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റില്ല. ജയിച്ചേ മതിയാവൂ. ജയിക്കാൻ പറ്റുന്നതാണ് എത്ര നല്ല. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ക്രീമായ പാർട്ടി നേതാക്കന്മാരാണ് ഈ ഹാളിൽ ഇരിക്കുന്നവരും ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരും ഉള്ളത്. അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് ടീം ഒന്നിച്ചു നിന്നാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹോളിയും പെരുന്നാളും ഓണവും എല്ലാവരും ആഘോഷിക്കും. എന്നാൽ നരേന്ദ്രമോദിയും സംഘവും ഉത്സവങ്ങൾ വിഭജനത്തിന്റെ മേഖലകളാക്കി മാറ്റുകയാണ്. അസഹിഷ്ണുതയുടെ വിത്തുപാകി സംഘർഷം സൃഷ്ടിക്കുന്നു. ഗോഡ്സെയുടെ രാഷ്ട്രീയം രാജ്യത്ത് കൊണ്ടുവരാനാണ് അവരുടെ ശ്രമം. ഫാസിസം നടപ്പാക്കുകയാണ്. എന്നാൽ അവർ ഫാസിസ്റ്റുകളല്ല എന്നാണ് CPM പറയുന്നത്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ തടഞ്ഞതിനപ്പുറം എന്തു തെളിവാണ് ഇതിന് വേണ്ടതെന്നും സഖാക്കൾ പറയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയപ്പെടുന്നവർക്ക് അറിയാം. അസഹിഷ്ണുതയുടെ, പകയുടെ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, ടാർഗറ്റഡ് ലെജിസ്ലേഷൻ, നിയമനിർമ്മാണങ്ങൾ പോലും ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ പോലും മടി കാണിക്കാത്ത നിയമനിർമ്മാണങ്ങൾ നടത്തുന്നവർ. അതാണല്ലോ നമ്മുടെ രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടാർഗറ്റഡ് ലെജിസ്ലേഷനും അതുപോലെ വിഭജന രാഷ്ട്രീയവും കൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിന്റെ മറ്റൊരു കാർബൺ പതിപ്പായി മോഡിക്ക് വലിയ തോതിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാക്ഷാൽ പിണറായി വിജയൻ കേരളത്തിൽ വിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല. ധരിക്കണ്ട, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും രീതികളില് അവരെല്ലാം ഒന്നാണ്. അപ്പൊ ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലും നടത്താൻ വേണ്ടി പോകുന്നത്. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം. കഴിഞ്ഞ ദിവസം തുഷാർ ഗാന്ധി വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചെന്താ, ഈ രാജ്യത്തിന് ക്യാൻസർ പിടിച്ചിരിക്കുന്നു, ഈ ക്യാൻസർ ഉണ്ടാക്കിയത് സംഘപരിവാറാണ്. സത്യമല്ലേ? ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തെയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവത്തെയും ഈ നാടിന്റെ
എല്ലാവിധമായിട്ടുള്ള മൗലികമായിട്ടുള്ള മൂല്യങ്ങളെയും തച്ച് തകർത്തുകൊണ്ട് മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ ഉത്സവങ്ങൾ വന്നാൽ പോലും നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഉത്സവം ഇന്ന് ഹോളിയാണ് ഉത്സവം. ഈ ഹോളി നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട്. പെരുന്നാൾ എല്ലാവരും ആഘോഷിക്കും, ഓണം എല്ലാവരും ആഘോഷിക്കും. സമൂഹത്തില് ഉത്സവങ്ങളൊക്കെ തന്നെ പരസ്പരം ആഘോഷിക്കാനും പരസ്പര സ്നേഹം ഉദ്ഘോഷിക്കേണ്ടതുമാണ്. തുടർന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ID കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മലപ്പുറം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് അധ്യക്ഷത വഹിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരൻ MP, AICC സെക്രട്ടറി മൻസൂർ അലി ഖാൻ, AP അനിൽകുമാർ MLA, ആര്യാടൻ ഷൌക്കത്ത്, ആലിപ്പറ്റ ജമീല, അഡ്വക്കേറ്റ് ജയന്ത്, V ബാബുരാജ്, V അബ്ദുൽ മജീദ്, KP നൌഷാദ് അലി, PT അജയ് മോഹൻ, E മുഹമ്മദ് കുഞ്ഞി, VA കരീം, MC ഹരിദാസൻ, ഹാരിസ് ബാബു ചാലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മദീന ബോർഡേഴ്സ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. 7510 616 130 8113 8